ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയുടെ വസ്തുത എന്താണ്? ഗവർണർ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് ബംഗാൾ രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയാണ് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഇത് നിഷേധിച്ച് രംഗത്തെത്തിയ ആനന്ദബോസ് തനിക്കെതിരായ പരാതി കെട്ടിച്ചമച്ചതാണെന്ന് പ്രതികരിച്ചു. തൃണമൂൽ കോൺഗ്രസിലെ ഒരു നേതാവാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. പീഡന പരാതി ഉയർന്നതിന് പിന്നാലെ കേരളത്തിലെത്തിയ അദ്ദേഹം സത്യം ജയിക്കുമെന്നും പ്രതികരിച്ചു. ഗവർണർ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് ബംഗാൾ രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയാണ് പോലീസിൽ പരാതി നൽകിയത്. രാവിലെ ജോലി സംബന്ധമായ ആവശ്യത്തിന് ഗവർണറുടെ മുറിയിലെത്തുമ്പോൾ കയ്യിൽ കയറിപ്പിടിച്ചെന്നും അപമര്യാദയായി സംസാരിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന സൂപ്പർവൈസറെ പറഞ്ഞയച്ച ശേഷമായിരുന്നു സംഭവമെന്നും ഏപ്രിൽ 24 മുതൽ 2 തവണ ലൈംഗികാതിക്രമം നടത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. പീഡന പരാതിക്ക് പിന്നാലെ ധനമന്ത്രിക്കും പോലീസിനും രാജ്ഭവനിലേക്ക് വിലക്കേർപ്പെടുത്തി. അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്നാരോപിച്ചാണ് മന്ത്രിക്ക് വിലക്കേർപ്പെടുത്തിയത്. അതൃപ്തരായ 2 ജീവനക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് പരാതിക്ക് പിന്നിലെന്നാണ് ബംഗാൾ രാജ്ഭവന്റെ നിലപാട്. സത്യം ജയിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസിലെ ഒരു നേതാവാണ് തനിക്കെതിരെ നീങ്ങുന്നതെന്നും കൊച്ചിയിലെത്തിയ ആനന്ദബോസ് പ്രതികരിച്ചു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഞാൻ ഇങ്ങോട്ട് വരും വഴി എന്നോട് പറഞ്ഞു, എന്നെ ഒന്ന് കാണണം, അവരുടെ പാർട്ടിയിൽ ആരാണ് എനിക്കെതിരായിട്ട് നീങ്ങുന്നത്, എന്തിനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം, അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കേട്ടില്ല. ആ പാർട്ടിയുമായിട്ട് എനിക്ക് യാതൊരു സ്വരച്ചേച്ചയില്ലായ്മയുമില്ല. അതേസമയം ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക്, News 18.